ശതാഭിഷിക്തനായ ഗാനഗന്ധർവൻ ഡോക്ടർ കെ.ജെ. യേശുദാസിനായി ശബരിമലയിൽ പ്രത്യേക വഴിപാടുകൾ നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. യേശുദാസിന്റെ ജന്മനക്ഷത്ര ദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായാണ് വഴിപാടുകൾ നടന്നത്. വന്ദേ വിഘ്നേശ്വരം തം കമലജദയിതാം പന്തലേശസ്യ സൂനും. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനം ഉണരുകയാണ് ഗന്ധർവ സംഗീതത്താൽ. ദശാബ്ദങ്ങളായി ഭക്തരുടെ കാതുകളിൽ അലയടിച്ചെത്തുന്ന വേറെയും നൂറുകണക്കിന് അയ്യപ്പ ഭക്തിഗാനങ്ങൾ. വൃശ്ചിക പുലർവേള നീരാടി, വൃശ്ചിക പുലർവേള നീരാടി നിർമാല്യ ദർശനം നടത്തുമീ തിരുനടയിൽ. 84ാം പിറന്നാൾ ആഘോഷിച്ച യേശുദാസിന്റെ സംഗീതാർച്ചനകൾക്ക് ശബരിമലയിൽ പ്രത്യേക വഴിപാടുകൾ നടത്തിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആശംസകൾ അർപ്പിക്കുന്നത്. ഗാനഗന്ധർവന്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ ഉത്രാടം നാളായ ഇന്നാണ് വഴിപാടുകൾ നടത്താനായി തെരഞ്ഞെടുത്തത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അദ്ദേഹത്തിന് ശതാഭിഷിക്തനാകുന്ന സമയത്ത് ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ആയുർ സൂക്താർച്ചന, ആരോഗ്യം നല്ല ആരോഗ്യവും ആയുസ്സും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പൊക്കനാളിൽ ജന്മനേയാഭിഷേകവും നീരാഞ്ജനവും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പുലർച്ചെ നടന്ന ഗണപതി ഹോമത്തിനും സഹസ്രാന നാമാർച്ചനയ്ക്കും ശേഷം ശനിദോഷ നിവാരണത്തിനായി നീരാഞ്ജനവും നെയ്യഭിഷേകവും നടത്തി. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ OG ബിജുവിന്റെ ചുമതലയിലാണ് യേശുദാസിനായി വഴിപാടുകൾ കഴിച്ചത്. ബോർഡ് പ്രത്യേക താൽപര്യത്തോടെ നടത്തിയ വഴിപാടുകളുടെ പ്രസാദം അമേരിക്കയിൽ താമസിക്കുന്ന യേശുദാസിന് നേരിട്ടെത്തിക്കും. ശബരിമല ശാസ്താവിന്റെ ഉണർത്തുപാട്ടായ അയ്യപ്പ സുപ്രഭാതവും ഉറക്കുപാട്ടായ ഹരിവരാസന സങ്കീർത്തനവും ദശാബ്ദങ്ങളായി ഗാനഗന്ധർവന്റെ ശബ്ദത്തിലാണ് ശബരിമലയിൽ മുഴങ്ങുന്നത്. റിപ്പോർട്ടർ സന്നിധാനം.